ഞാൻ ടീഡിയമില്ലായിരുന്നു എന്നെ അടിക്കണ്ടേ? ഓ ഞാൻ ഫുൾ പ്രാക്ടീസ് ഇന്ന് ഫുൾ ലൈഫ്. എടാ ഇവിടെ 15 വരെ കഴിഞ്ഞിട്ടില്ല, പിന്നുള്ളവര് 5 വരെ കഴിഞ്ഞിട്ട് നീ ലിസ്റ്റിൽ പോലും ഇല്ല. പിന്നെ നിന്നെ എങ്ങനെ കയറ്റാൻ? ഞാൻ ഇന്ന് കണ്ണിലും തലയിലും മാത്രമേ വെടി വെക്കൂ. ഉറപ്പാണ്. എടാ എന്നാ പിന്നെ നീ അടങ്ങുന്ന ഒരു ഏറ്റവും പറഞ്ഞില്ല. അയ്യോ അതാണ് വീക്കസ്റ്റ് ലൈനപ്പ്. കേൾക്കോ കേൾക്കോ. ഇത് മാറ്റി പറയണം, ഇത് മാറ്റി പറയണം. വീക്കസ്റ്റ് ലൈനപ്പ് എന്താണ് പറഞ്ഞത്? അപ്പൊ നിങ്ങൾ മാനേജരാണ്. ആദ്യത്തെ മാനേജർ മെയിൻ ലൈനപ്പ്. അത് കഴിഞ്ഞിട്ടുള്ള മാനേജർ ഉദ്ദേശിക്കുന്ന മറ്റേ ഗാലറിയിൽ നിന്ന് കളി തന്നെ ലൈനപ്പാണോ? നമ്മളെ സഹായിക്കാനാണ് ഉമ്മാരെയൊക്കെ. ഇതിപ്പോ നമുക്ക് കളിക്കല്ലേ ബാബു. എനിക്ക് സ്ലോട്ട് ഇല്ലാതെ ഒരു ഗ്യാങ് വാർ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതത്രേ ഉള്ളൂ. എനിക്ക് സംശയമുണ്ട് ബാബു. അങ്ങനെ വേറെ ഓപ്ഷൻ ഇല്ലെന്നും എനിക്കറിയാം. നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. എന്നെ പിന്നെ ഒന്നും പറയാറില്ല. ഞാനൊക്കെ കേറും അല്ല. അതാണ് പ്രശ്നം. ഞാൻ മുലലി എങ്ങാനും കോ ലീഡറായിരുന്നു എന്നെ കിണ്ടി കളഞ്ഞേനെ. ലീഡറായി പോയി. അതാണ് മുലലി ചെയ്ത ലക്ക്. നമ്മൾ അറിഞ്ഞു കളിക്കണ്ടടാ. ഞാൻ അതുകൊണ്ടല്ലേ ആദ്യം എന്നെ തന്നെ ലീഡറാക്കി. ഇനി എന്തൊരു ചെയ്യണോ നീയൊക്കെ? എനിക്കറിയാം ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ലീഡറാക്കി. അന്നെങ്ങാനും വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നില്ല ജോക്കിയെയോ. അണ്ണൂരെ ലീഡറാക്കിയിരുന്നു എന്തായിരുന്നു അവസ്ഥ? അയ്യോ എന്റെ അവസ്ഥ ഭയങ്കര ദയനീയമായി പോയേനെ. അന്നു ആയിരുന്നെങ്കിൽ അരക്കണ്ണേ ലീഡർ ആക്കോളൂ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങനെ കാണോ ആരെങ്കിലും ഉണ്ടല്ലോ അമ്പത്തൂരൊക്കെ വരുമ്പോ പറഞ്ഞേനെ, നീ അങ്ങോട്ട് നില്ലേ, നീ അവിടെ നോക്ക്, നീ ആ സൈഡ് നോക്ക്, നീ ഈ സൈഡ് നോക്ക്. ഉറപ്പാണ് ഇതൊക്കെ ഫ്യൂച്ചറിൽ കേൾക്കേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ലീഡർ ആക്കിയത്. പക്ഷെ മലയാളിക്ക് ഒരു കാര്യം അറിയാവോ? മലയാളിയിൽ ഇന്നലത്തെ ആദ്യം ഇൻസ്റ്റാ സ്റ്റോറി കൊണ്ട് പടക്കം പൊട്ടിച്ചാണ് അമ്പത്തൂര്. രണ്ടാമത്തത് അവൻ കണ്ടില്ല. അതല്ല, രാവിലെ ഞാൻ സ്റ്റോപ്ഡ് RP എന്നൊക്കെ പറഞ്ഞിട്ടപ്പോഴേ ബുള്ളറ്റ് മെസ്സേജ് അയക്കണേ. ബുള്ളറ്റ് മെസ്സേജ് അയക്കുക, മറ്റേ ഒഫീഷ്യൽ ടിവിയുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും പാസ്വേഡും തരണേ. എന്നാ കാരണം എന്താ ചോദിച്ചില്ല അവൻ.